തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീപിടുത്തം. തീവ്രപരിചരണ വിഭാഗത്തിലെ പോർട്ടബിൾ വെന്റിലേറ്റർ മെഷീനിലാണ് തീപിടിച്ചത്. വലിയ തോതിൽ പുകയുയർന്നതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും പരിഭ്രാന്തരായി പുറത്തേക്ക് ഓടുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സും പോലീസും എത്തി തീ അണച്ചു രോഗികളെ MICUവിലെ വാർഡുകളിലേക്ക് മാറ്റി. നമ്മുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ഏകദേശം 8:55 ഫസ്റ്റ് ഫ്ലോർ സർജിക്കൽ ICUവിൽ ഒരു തീപിടുത്തൽ ഉണ്ടായി. അവിടുത്തെ ICUവിൽ ഉള്ള ആ പേഷ്യന്റ് ഒപ്പം അവിടുത്തെ ഡോക്ടർ, അവിടുത്തെ നഴ്സസ്, അവിടുത്തെ എല്ലാ സ്റ്റാഫ് വളരെ ധൈര്യമായി കാര്യങ്ങൾ അത് ചെയ്തിട്ട് അവരുടെ പരിശീലനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഫയർ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷമേ അവിടെ സ്മോക്ക് അത് ഒരുപാട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ എല്ലാ 16 പേഷ്യന്റ് അപ്പോൾ തന്നെ ഈ ടീം മറ്റെല്ലാ സ്റ്റാഫ് അത് എടുത്തിട്ട് MICU വാർഡ് 7 അവിടെയാണ് നമ്മൾ കൊണ്ടുപോകാനുള്ള എല്ലാം ഏർപ്പാട് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പേഷ്യൻസ് എല്ലാം സേഫാണ്. ആ ഫയർ ഇൻസിഡന്റ് നടന്നപ്പോൾ നല്ല സ്മോക്ക് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അത് അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫ് വേഗം റിയാക്ട് ചെയ്ത് അതെല്ലാം ഡോസ് ചെയ്ത്, അതുകൊണ്ട് വേറെ വലിയ ഇഷ്യൂസ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഉടൻ തന്നെ പേഷ്യൻസ് എല്ലാം മറ്റു സ്ഥലങ്ങൾക്ക് ഷിഫ്റ്റ് ആക്കി അവരെല്ലാം സേഫാണ് ഇവിടെ. വിശദാംശങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വലിയൊരു അപകടത്തിലേക്ക് പോകേണ്ട സംഭവമായിരുന്നു. പക്ഷേ കൃത്യമായ ഇടപെടൽ ആശുപത്രി ജീവനക്കാരുടെ, ഡോക്ടർമാരടക്കമുള്ളവരുടെ സമയബന്ധിതമായ ഇടപെടലാണ് വലിയൊരു അപകടത്തിൽ നിന്ന് ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികളെ രക്ഷപ്പെടുത്തിയത്. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ അത്യാഹിത വിഭാഗത്തിലായിരുന്നു സർജറി ICUവിലാണ് തീപിടുത്തമുണ്ടായത്. വെന്റിലേറ്ററിൽ നിന്ന് തീ പടരുകയായിരുന്നു. പെട്ടെന്ന് ജീവനക്കാർ അത് കാണുകയും തീ അണയ്ക്കാൻ അവിടെയുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തന്നെ തീ അണയ്ക്കാൻ ശ്രമം തുടങ്ങുകയും ചെയ്തു. ഏതാണ്ട് 9 മണിയോടുകൂടിയായിരുന്നു അപകടമുണ്ടായത്. ഫയർഫോഴ്സിനെയൊക്കെ വിവരം അറിയിച്ചു. പക്ഷേ ഫയർഫോഴ്സ് അവിടെ എത്തും മുമ്പ് തന്നെ തീ അണച്ചു. പിന്നെ വലിയ പുകയായിരുന്നു. ഓക്സിജൻ വെന്റിലേറ്ററിൽ ആ ഒരു 32 രോഗികളെ പാർപ്പിച്ചിരിക്കുന്ന ഒരു യൂണിറ്റാണത്. അവിടേക്കുള്ള ഓക്സിജൻ ബന്ധം വിച്ഛേദിച്ചു. പെട്ടെന്ന് രോഗികളെ അവിടെ നിന്ന് ആ ICUവിൽ നിന്ന് ഒഴിപ്പിച്ചു. തൊട്ടടുത്തും ഒരു ICU കൂടിയുണ്ട്. 2 ICU യൂണിറ്റുള്ള രോഗികളെയും ആ ഫ്ലോറിലെ മുഴുവൻ രോഗികളെയും മറ്റു വാർഡുകളിലേക്ക് വളരെ പെട്ടെന്ന് മാറ്റി. ഈ വെന്റിലേറ്റർ തീപിടിച്ചെങ്കിലും അത് മറ്റു ബെഡുകളിലേക്കോ രോഗികൾ കിടന്ന ഭാഗങ്ങളിലേക്കോ പോകാതെ തന്നെ തടയാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ ഗുണമായത്. അതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. പിന്നീട് ആ ഒരു പ്രദേശം മുഴുവൻ പുക നിറഞ്ഞെങ്കിലും 3 യൂണിറ്റ്, ചെജിക്കച്ചുള്ളയിൽ 2 യൂണിറ്റും ചാക്കയിൽ 1 യൂണിറ്റും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. അവിടെ നിന്ന് രോഗികൾ വളരെ വിലപിടിപ്പുള്ള യന്ത്രഭാഗങ്ങളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കൂടിയാണ്. ആ യന്ത്രങ്ങളുമൊക്കെ പുറത്തേക്ക് മാറ്റി രോഗികളെ ഒഴിപ്പിച്ചു. കൂട്ടിരിപ്പുകാർ വലിയ ആശങ്കയിലായിരുന്നു. ആശുപത്രിയിൽ ഒപ്പം ഇരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നാട്ടിലുള്ള വിവിധ ജില്ലകളിലുള്ള ആളുകളുമൊക്കെ രോഗികളെ തേടി വലിയ ആശങ്കയോടുകൂടി ആശുപത്രി അധികൃതരെയൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടു. പക്ഷേ ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലാത്ത വിധം രോഗികളെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഈ അപകടമുണ്ടായെന്ന കാര്യത്തിലാണ് അന്വേഷണം നടക്കുന്നത്. വെന്റിലേറ്ററിൽ ഷോർട്ട് സർക്യൂട്ട് ആകാം എന്ന ഒരു പ്രാഥമിക വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത്. അതിനപ്പുറത്തേക്ക് കാരണങ്ങളിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഒരു വലിയൊരു അപകടത്തിലേക്ക്, അത്യാഹിതത്തിലേക്ക് പോകാമെന്ന വിഷയമാണ്. കൃത്യമായ ഇടപെടൽ കാരണം, ആശുപത്രി അധികൃതരുടെയും ജീവനക്കാരുടെയും ഒക്കെ കൃത്യമായ ഇടപെടൽ കാരണം അതിൻ്റെ തീവ്രത കുറഞ്ഞത്. ആർക്കും ഇതിൽ പരിക്കേറ്റിട്ടില്ല. ഒരു രോഗിക്ക് പോലും പൊള്ളലേൽക്കുകയോ മറ്റ് പരിക്കുകളോ ഉണ്ടായിട്ടില്ല. ഈ പുക വന്നുള്ള ചില ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ആശുപത്രി ജീവനക്കാർ. അതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. ആശുപത്രി അധികൃതരുടെ, ജീവനക്കാരുടെ കൃത്യമായ ഇടപെടലാണ് വലിയ ദുരന്തം ഒഴിവാക്കി. എന്തായാലും തീപിടുത്തത്തിൻ്റെ കാരണം സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.